വളരെ സൂക്ഷിച്ച് കാരണം നിങ്ങളെ തന്നെ നാടിന്റെയും നമ്മളെ ഓരോത്തിന് മണങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നത് ചെറിയൊരു ഭ്രാന്ത് അതേപോലെ ഒരു ഭ്രാന്തൊക്കെയാണ് ഓരോ റിസൾട്ട്. ഇതാണ് നമ്മുടെ സാബിൽ പാലസ്. നമുക്ക് ഈ ജീപ്പ് കിടക്കണം അതുവരെ പോവാട്ടോ. ഹായ് ഗൈസ്, എൻ്റെ ബാക്കിൽ കണ്ടില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ് ആസ്വദിച്ച് നിൽക്കുകയാണ്. ബാക്കിൽ ബുർജ് ഖലീഫ കാണാം, പിന്നെ നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം, പിന്നെ നമ്മുടെ ഫ്രെയിം, പിന്നെ ഇത്തിസലാദിൻ്റെ ബിൽഡിങ്, അതൊക്കെ നമ്മുടെ ബാക്കിലുണ്ട്. അത്ര മനോഹരമായിട്ടുള്ളൊരു സൺസെറ്റ് എൻജോയ് ചെയ്ത് ഞാൻ നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ ഞാൻ എന്താ പറയുക വെച്ചാൽ, നമ്മൾ ആ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ നമ്മൾ ഫുള്ള് നമ്മുടെ യൂസഫ് ഭായിയുടെ അവിടെ ഷൂട്ട് ചെയ്തൊന്നും കാണിച്ചില്ല എന്നുള്ളൊരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഷൂട്ട് ഫുള്ളും, അതായത് ആ വീഡിയോയുടെ ഷൂട്ട് ഫുള്ളാണ്. കാരണം എന്താ വെച്ചാൽ യൂസഫ് ഭായ് ഇട്ടതിന് ശേഷം എൻ്റെ യൂട്യൂബിൽ കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് അധികം എന്താ പറയുക യൂട്യൂബിലൊന്നും അധികം കാണിക്കാഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്തായാലും നമ്മൾ യൂസഫ് ഭായിയുടെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ ഇട്ടതിന് സ്ഥിതിക്ക് നമ്മളെന്തായാലും നമ്മുടെ യൂട്യൂബിൽ കൂടി നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളൊരു പ്ലാനാണ്. ഹായ് യൂസഫ് ഭായ്. വളരെ സൂക്ഷിച്ച് പ്രൗഡ് ഓഫ് യു. കാരണം നിങ്ങളെ തന്നെ നാടിന്റെയും നമ്മളെ ഓരോത്തിന് മണങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നത് ചെറിയൊരു ഭ്രാന്ത് അതേപോലെ ഓരോ ഭ്രാന്ത് ഉണ്ടാകുമ്പോഴാണ് ഓരോ റിസൾട്ടുകൾ ഉണ്ടാവും. ഒരു കാര്യം പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞു, നീ ബൈക്ക് ആ ബൈക്കൊന്നും കാണുക, ബൈക്കിന്റെ അകത്ത് കയറ്റിക്കോ കൊണ്ട് വേറെ ബൈക്ക് നോക്ക്, ബൈക്ക് എത്തുന്നു നോക്കട്ടെ എങ്ങനെ എത്തുന്നു. നീ പോകുമ്പോഴത്തേക്ക് സുഗന്ധം പരക്കട്ടെ യൂസഫ് ഭായി. ഏറ്റവും നല്ല സുഗന്ധങ്ങൾ നമ്മുടെ നാടിന്റെ മണങ്ങളാണ്. എന്തായാലും യാത്രയൊക്കെ ചെയ്യാനല്ലേ ഈ പെർഫ്യൂം കൈ വെച്ചോളൂ, പോകുന്നോടത്തേക്ക് സുഗന്ധങ്ങൾ ഉണ്ടാവട്ടെ, ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ ഈ കണ്ടത് നമ്മുടെ യൂസഫ് ഭായിയുടെ അടുത്ത് പോയിട്ടുള്ളൊരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അവിടെ പോയപ്പോൾ കിട്ടിയ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യൻ, അതായത് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, അത്ര ജാട് അങ്ങനെ ഒന്നുമില്ലാത്തൊരു സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ യൂസഫ് ഭായ് എന്ന് പറയുന്നത്. യൂസഫ് ഭായിയുടെ അടുത്ത് പോയി യൂസഫ് ഭായ് എനിക്ക് പെർഫ്യൂം തന്നു, അങ്ങനെ കുറേ നമ്മൾ സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരുള്ള നമ്മുടെ ചാവക്കാടുള്ള സ്വന്തം നാട്ടുകാരനാണ്. യൂസഫ് ഭായിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആ വീഡിയോ ഇടാത്ത കാരണമാണ് നമ്മൾ ഇത്ര ഡിലേ ആക്കിയത്. ഇപ്പോൾ സമയം നോക്കിയാൽ 7 മണി. നമ്മുടെ സൂര്യൻ ഈ ബിൽഡിങ്ങിൻ്റെ അടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റാണ് നമുക്ക് ഈവനിങ് ടൈമിൽ കിട്ടുന്നത്. ഇവിടെ വന്നാൽ കാണാൻ പറ്റും. നോക്കുകയാണെന്ന് വെച്ചാൽ ബുർജ് ഖലീഫ കാണാം. നമ്മുടെ ക്രൗൺ പ്രിൻസിൻ്റെ പാലസിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ വെച്ചാൽ ഫുള്ള് ഇവിടുത്തെ നിലമൊക്കെ കണ്ടില്ലേ, ഫുള്ള് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡൻ അങ്ങനെ തന്നെ പറയണം. പിന്നെ അവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു പാലസ് ഉണ്ട് അവിടെ. ആ പാലസിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ക്രൗൺ പ്രിൻസിൻ്റെ പാലസും വന്നിട്ടുള്ളത്. നല്ല സിറ്റിയുടെ നടുക്കിൽ നമുക്ക് കിളികളുടെ ശബ്ദവും ഒക്കെയാണ് നമുക്കിവിടെ കേൾക്കാനുള്ളത്. ഇതാണ് നമ്മുടെ സാബിൽ പാലസ്. നമുക്ക് ഈ ജീപ്പ് കിടക്കണം അതുവരെ പോവാട്ടോ. ഇവിടെ നോക്കാൻ വെച്ചാൽ ഡു നോട്ട് ടച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ സാബിൽ പാലസിൻ്റെ ഫ്രണ്ട് ഭാഗം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുകളിൽ നോക്കിയാൽ വെച്ചാൽ കുതിരകളൊക്കെ കാണാം നമുക്കിവിടെ. പിന്നെ കഴിച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ഈ ഗാർഡൻ്റെ ഉള്ളിലുള്ള ഈ ലൈറ്റിംഗ് ഉണ്ടല്ലോ, ഈ ലൈറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും തോന്നില്ല. പക്ഷേ ഗൂഗിൾ മാപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണില്ല. നമുക്ക് മുകളിൽ നിന്ന്, അതായത് ഒരു ഹെലികോപ്റ്ററിലൊക്കെ പോകുകയാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഈ ഒരു ഡിസൈൻ നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഈ വഴിയൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്രൗൺ പ്രിൻസൊക്കെ പോണ വഴിയാണ്. നമ്മൾ നേരത്തെ പോയ ജീപ്പിൻ്റെ അതുവരെ പോകാൻ പറ്റുള്ളത്. നമുക്ക് പബ്ലിക്കിന് അലൗഡ് ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ജീപ്പിൻ്റെ അപ്പുറത്തേക്ക് അലൗഡ് അല്ല. അപ്പുറത്തേക്ക് കിടന്ന ജീപ്പിൻ്റെ ഉള്ളിൽ നിന്ന് സൈറൺ അടിക്കും. അപ്പോൾ നമുക്ക് ആ ജീപ്പ് വരെ പോകാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഈ കിടക്കുന്ന ജീപ്പ് വരെ നമുക്ക് പോകാൻ പറ്റും. നമുക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇത്ര പേരെ അവർ വന്ന് പാലസ് കാണാനും എല്ലാത്തിനും വേണ്ടിയിട്ട് സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മളെപ്പോഴും ഫ്രെയിം കാണാറ് അടുത്തുനിന്നാണ് കാണാറ്. ഇതാണ് ഫ്രെയിമിൻ്റെ അകത്ത്. റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു ഇങ്ങനത്തെ ഒരു വ്യൂവിലാണ് നമ്മുടെ ഫ്രെയിം കാണുന്നത്.
എപ്പോഴും ജോഗിങ്ങിന് വരാറ് ഇതിൻ്റെ അടിയിലേക്കാണ്. ഫ്രെയിമിൻ്റെ അപ്പുറ സൈഡ് നോക്കി ബുർജ് ഖലീഫ, മോഡേൺ ദുബായ് നമുക്ക് ഈ ഫ്രെയിമിൻ്റെ അപ്പുറത്ത് കാണാം. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് കരാമയിലെത്തി. കരാമയിൽ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ബൈക്കുകാരനൊക്കെ ഈ കാറിൻ്റെ ഫ്രണ്ടിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ന്യൂ ഡെലിവറി ബോയ് നിൽക്കുന്നത് ഈ കാറിൻ്റെ ബാക്ക് ലൈനായിട്ട്, അതായത് ഒരു ലൈൻ കയറിയിട്ടുമില്ല, ട്രാഫിക് റൂൾ തെറ്റിച്ചിട്ടുമില്ല. അങ്ങനത്തെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ ബൈക്ക് റൈഡേഴ്സൊക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാറിൻ്റെ ഫ്രണ്ടിൽ സീബ്ര ലൈനിൻ്റെ മുകളിലേക്ക് ആൾക്കാർ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ഫൈനലി നമ്മൾ സാമ്പിൾ പാലസൊക്കെ കണ്ട് അങ്ങനെ തിരിച്ച് നമ്മുടെ റൂമിനോട് എത്തി. ലിഫ്റ്റിന് ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ സാമ്പിൾ പാലസ് ഇവിടുത്തെ ക്രൗൺ പ്രിൻസിന് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വളരെ ടൂറിസ്റ്റുകൾക്കൊക്കെ ഓപ്പണാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ സാമ്പിൾ പാലസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ്, ചാനൽ വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.